BCCI, ICC, PCB എന്നിവർക്കിടയിലുള്ള ഒരു മാസത്തെ തർക്കത്തിനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഇന്ത്യ-പാകിസ്ഥാൻ മത്സരങ്ങളുടെ വേദി സംബന്ധിച്ച് ഇപ്പോൾ അന്തിമ തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് മൂന്ന് ബോർഡുകളും. നിലവിൽ 2024-27 കാലയളവിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യ-പാകിസ്ഥാൻ മത്സരങ്ങൾ ഒരു നിഷ്പക്ഷ രാജ്യത്ത് നടത്താനാണ് മൂന്ന് ബോർഡുകളും ഒടുവിൽ തീരുമാനത്തിലെത്തിയത്. ഇനി വരാനിരിക്കുന്ന ടൂർണമെന്റുകൾ 2025 നടക്കുന്ന ICC ചാമ്പ്യൻസ് ട്രോഫി, അത് പാകിസ്ഥാനിൽ വെച്ചാണ് നടക്കുന്നത്. 2025 തന്നെ വനിതാ വേൾഡ് കപ്പ് വരുന്നുണ്ട്, അത് ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത്. 2026 2020 ലോകകപ്പ് ഇന്ത്യയിലും ശ്രീലങ്കയിലും വെച്ചാണ് നടക്കുന്നത്. ഈ ടൂർണമെന്റുകളൊക്കെ ഈ ക്രമീകരണം ബാധിക്കുമെന്നാണ് ICCയുടെ പ്രസ്താവനയിൽ പറയുന്നത്. 2026 2020 ലോകകപ്പ് ഇന്ത്യ-പാക് മത്സരം ശ്രീലങ്കയിൽ വെച്ച് നടക്കുമെന്ന് തീരുമാനമായിട്ടുണ്ട്. കൂടാതെ 2028 ICC വനിതാ ലോകകപ്പിന്റെ ആതിഥേയത്വാവകാശം പാകിസ്ഥാന് ലഭിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ നിഷ്പക്ഷ വേദി ക്രമീകരണങ്ങൾ അതേപടി തുടരുമെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യ-പാക് മത്സരത്തിന്റെ വേദി ഇപ്പോഴും അവ്യക്തമാണ്. UAEക്കാണ് കൂടുതൽ സാധ്യത. ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ മത്സരങ്ങൾ ആതിഥേയത്വം വഹിക്കാൻ BCCI UAEയെ സമീപിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം മത്സരങ്ങൾ ശ്രീലങ്കയിൽ വെച്ച് നടത്തണമെന്നാണ് PCB അവകാശപ്പെടുന്നത്. എന്നിരുന്നാലും ലോജിസ്റ്റിക്കൽ സൗകര്യങ്ങൾ കാരണം ഈ മത്സരങ്ങളുടെ ഹോസ്റ്റിംഗ് അവകാശങ്ങൾ അന്തിമമായി UAEക്ക് ലഭിക്കാനാണ് സാധ്യത കൂടുതൽ. തീരുമാനം UAEക്ക് അനുകൂലമാണെങ്കിൽ സ്റ്റേഡിയത്തിന്റെ വലുപ്പവും മത്സരത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണവും പരിഗണിച്ച് മത്സരം ആതിഥേയത്വം വഹിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സ്റ്റേഡിയം ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്ക് 8 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്.